വയനാട് ചീരാലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. മുഴിക്കാലടി ചേലക്കമ്പാടി ദിവാകരന്റെ ആടിനെ പുലി ആക്രമിച്ചു. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഈ മേഖലയിൽ ഇത് മൂന്നാമത്തെ ആക്രമണമാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് മിഥില, എന്താണ് സംഭവിച്ചത്? ഈ വീട്ടുകാർ ഈ പുലിയെ കണ്ടു അല്ലേ? അത് ഈ ആടിനെ ആക്രമിക്കുന്നത് അവർ കണ്ടു, അതിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ സ്ഥിരമായി പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പിക്കാറായിട്ടുണ്ട് അല്ലേ? വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വീട്ടുകാർ പുലിയെ കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ശബ്ദം കേട്ട് ജനൽ തുറന്നപ്പോൾ ഈ ആടിനെ പുലി ആക്രമിക്കുന്നതാണ് കണ്ടതെന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മേഖല ഇത്തരത്തിൽ പുലിഭീതി നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ മൂന്നാമത്തേതാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പുലി ഒരാടിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. കിളിയമ്പാറ വീട്ടിൽ ജോയുടെ ആടിനെയായിരുന്നു അന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അതിന് 2 ദിവസം മുൻപ് 2 കിലോമീറ്റർ അകലെയുള്ള വെള്ളച്ചാൽ ഒപ്പമറ്റം റെജിയുടെ വീട്ടിലെ പശുവിനെ കൊന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് കൂട് സ്ഥാപിക്കണം, പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കണം എന്ന ഒരു ആവശ്യം ശക്തമാണ്. വിജയകുമാർ, യെസ്, ഈ മേഖലയിൽ ഇത് മൂന്നാമത്തെ ആക്രമണമാണ്. ഇവിടെ പുലിയുടെ സാന്നിധ്യമുണ്ട്, അത് ആ പരിസരത്ത് തന്നെയുണ്ട്. ഇന്ന് രാത്രി ഏതാണ്ട് 8 മണിയോടെ ഈ വീട്ടുകാർ ഇതിനെ കാണുകയും ചെയ്തു. അവിടെ കൂട് സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം അതുകൊണ്ട് പ്രസക്തവുമാണ്. വനം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതാം. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.